വെൽക്കം ടു ലോൺലി റോഡ് സ്കാൻഡിനേവിയ. അപ്പോൾ നമ്മുടെ റോഡ് ട്രിപ്പിൻ്റെ 3-ാം ദിവസമായി ഇന്ന് നമ്മൾ ജർമ്മനിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജർമ്മനിയുടെ ക്യാപിറ്റലായ ബെർലിനിലേക്കാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ യാത്ര ലക്ഷ്യം വെച്ചിരിക്കുന്നത്. അപ്പോൾ പൊതുവെ നോർത്ത് ഭാഗമായിട്ടുള്ള ഈ ജർമ്മനിയുടെ ഫ്ലാറ്റ് ലാൻഡ്സ് ആണ് കേട്ടോ നമ്മൾ കാണുന്നത്. ഇതിൻ്റെ അതർ സൈഡാണ് ശരിക്കും ബവേറിയൻ ആൽപ്സും അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള സ്ഥലങ്ങളും ഒക്കെ കാണുന്നത്. ഇനി ജർമ്മനിയെ പറ്റി പറയുകയാണെങ്കിൽ കാസിൽസിൻ്റെ രാജ്യം എന്നാണ് കേട്ടോ ജർമ്മനി അറിയപ്പെടുന്നത്. ഓൾമോസ്റ്റ് 20,000 കാസിൽസ് ഉണ്ട് അത്ര ഇവിടെ. ഇനി നിങ്ങളെല്ലാവരും ജർമ്മനി എങ്ങനെയായിരിക്കും അറിയുന്നത്? കാർ പ്രൊഡക്ഷൻ അല്ലേ? വോക്സ് വാഗൺ, മെർസിഡസ്, BMW, ഓഡി, പോർഷെ, അങ്ങനെ എല്ലാ കാറുകളുടെയും ഒരു സ്ഥലമാണല്ലേ ജർമ്മനി എന്നറിയപ്പെടുന്നത്. ജർമ്മനിയിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്നത് ഒക്ടോബർ ഫെസ്റ്റ് ആണ് കേട്ടോ. അതൊരു ബിയർ ഫെസ്റ്റിവലാണ്. ഈ ബിയർ എന്ന് പറയുന്നത് ജർമ്മനിയുടെ പല ഭാഗത്തും ഫുഡാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. പക്ഷേ ഇതിപ്പോൾ ഞങ്ങൾ പോകുന്നത് യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ ഒരു ക്രിസ്മസ് മാർക്കറ്റിൽ ഒന്നായ ബെർലിനിലെ ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. ഇന്ന് ക്രിസ്മസ് ഡേ ആണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇന്നാണ് ലാസ്റ്റ് ഡേ. ഇന്ന് നമുക്ക് അവിടെ എത്താൻ പറ്റും. ഇന്ന് വൈകുന്നേരം ആ ക്രിസ്മസ് മാർക്കറ്റ് കാണാൻ പറ്റുമെന്ന് കരുതിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇനി ബെർലിനെ പറ്റി പറയുകയാണെങ്കിൽ EUവിലെ ലാർജസ്റ്റ് സിറ്റിയാണ് കേട്ടോ ബെർലിൻ. പാരീസിനേക്കാൾ 9 മടങ്ങ് വലുതാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാമല്ലോ അതിൻ്റെ വലിപ്പം എന്താണെന്ന്. പിന്നെ അവിടെയാണ് EUവിലെ ഏറ്റവും വലിയ ട്രെയിൻ സ്റ്റേഷനും ഉള്ളത് ബെർലിനിൽ. ബെർലിൻ ഒരു എക്സാക്റ്റ് ഡൗൺ ടൗൺ ആണെന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ ജർമ്മനിയിലേക്കുള്ള യാത്രാമധ്യയാണ്. 24-ാം തീയതി ആയതുകൊണ്ട് മൊത്തത്തിലൊരു വിജനതയാണ്. 24-ാം തീയതി ഈവനിങ് ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ വൈകുന്നേരത്തേക്കുള്ള മക്ഡൊണാൾഡ്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ചിലപ്പോൾ ഒന്നും തുറക്കാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞു. ഓൾറെഡി ജർമ്മനി എല്ലാവരും പറയുന്നത് സൺഡേ ഒന്നും ഒരു കടയുണ്ടാവില്ല എന്നാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരം ഉണ്ടായില്ലെങ്കിലും ഞങ്ങൾ വിചാരിച്ചത് 24th ഈവനിങ് അവിടെ കുറച്ച് ക്രിസ്മസ് കാഴ്ചകളൊക്കെ കാണാം എന്നാണ്. എത്രത്തോളം പറ്റുമെന്നറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ മക്ഡൊണാൾഡ്സ് കുറച്ച് സംഭവങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ളതൊക്കെ വാങ്ങിച്ചു വെച്ചു. ഇപ്പോൾ നേരെ പോവുകയാണ്. കണ്ണപ്പൻ എന്തിയേ? അപ്പോൾ അധികം വൈകാതെ ഞങ്ങൾ ബോർഡർ ക്രോസ് ചെയ്യും. എന്നിട്ട് പിന്നെ കാണിച്ചു തരാം കേട്ടോ. ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ടല്ല, മഴയാണ്. അപ്പം നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയുള്ള സമയമായി കഴിഞ്ഞു. ഓൾറെഡി ഇരുട്ടുമായി. ഡിസംബർ ആയതുകൊണ്ട് സൺ സെറ്റ് ചെയ്യുന്നത് ഭയങ്കര നേരത്തെ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്താറായപ്പോഴേക്കും നല്ല രാത്രിയായി. ഇവിടെ ഞങ്ങൾ മെയിനായിട്ട് കാണാൻ ഉദ്ദേശിക്കുന്നത് ബെർലിൻ വാൾ മെമ്മോറിയൽ കാണണം, ഞങ്ങൾക്ക് ബ്രാൻഡൻബർഗ് കാണണം, പിന്നെ ഞങ്ങൾക്ക് ക്രിസ്മസ് മാർക്കറ്റ്, ബെർലിൻ ടവർ, ബെർലിൻ കത്തീഡ്രൽ, ഇത്രയും സംഭവങ്ങളാണ് കേട്ടോ നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ലോകത്തിലെ സ്പീഡ് ലിമിറ്റ് ഇല്ലാത്ത റോഡുകളിൽ ഏറ്റവും പ്രസിദ്ധമായ റോഡാണ് ജർമ്മനിയിലെ ഓട്ടോബാൻ കേട്ടോ. അവിടെ നമുക്ക് എത്ര സ്പീഡിൽ വേണമെങ്കിലും ഓടിക്കാം, ധൈര്യം ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ നല്ല ഫാസ്റ്റായിരുന്നു. പക്ഷേ സത്യം പറയാലോ, ഒരുപാട് സ്ഥലത്ത് റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് അവർ പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ലോക്കൽ റോഡിൽ കൂടെ കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ മഴയും മഞ്ഞൊക്കെ കൊണ്ടായിരിക്കുമായിരിക്കും അറിയില്ല, നമ്മൾ പ്രതീക്ഷയിൽ ലേറ്റായിട്ടാണ് നമ്മുടെ താമസ സ്ഥലത്ത് എത്തിയത്. നമ്മൾ താമസിച്ചിരുന്ന ഭയങ്കര പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തായിരുന്നു കേട്ടോ. ഭയങ്കര ഒരു കാടിനകത്താണെന്ന് പോയപ്പോൾ വിചാരിച്ചെങ്കിലും അങ്ങനെ ആയിരുന്നില്ല. രാവിലെ നോക്കിയപ്പോൾ ഒരു നല്ല റെസിഡൻഷ്യൽ ഏരിയ തന്നെയായിരുന്നു. പക്ഷെ അതേ കണ്ടില്ല, ഇത്രയും ദൂരമൊക്കെ പോയി കഴിഞ്ഞാലാണ് ഓരോ ചെറിയ ചെറിയ വില്ലേജാണോ ടൗൺ ആണോ എന്നറിയില്ല എത്തുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 30 കിലോമീറ്റർ ദൂരെയായിരുന്നു ബെർലിനിൽ നിന്ന്. ഗുഡ് മോർണിംഗ്. അപ്പോൾ വെൽക്കം ടു ലോൺലി റോഡ് സ്കാൻഡിനേവിയ. നമ്മുടെ ഇത് 3-ാമത്തെ ദിവസമാണ്. നമ്മളിപ്പോൾ ബെർലിനിലാണ്. നമ്മൾ ബെർലിൻ സിറ്റി കാണാൻ പോവുകയാണ്. ഇവിടെ
നമുക്ക് കാറുമായിട്ട് ബെർലിൻ സിറ്റിയുടെ അകത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം അതിനൊരു പ്രത്യേക പാസ് വേണം. അതല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന കാര്യമാണ് പേ ആൻഡ് റൈഡ്. അപ്പോൾ ഇവിടെ ഞങ്ങൾ ഒരു സ്റ്റേഷനിൽ വന്നിരിക്കുന്നു. എന്നിട്ട് അവിടെ ഞങ്ങൾ ഞങ്ങളുടെ കാറ് പാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടുന്ന് മെട്രോ സ്റ്റേഷനിൽ കയറിയിട്ട് ബെർലിനിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് നമ്മളുടെ ഉദ്ദേശം ബെർലിൻ സിറ്റി നടന്ന് കാണുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് ബെർലിൻ മെമ്മോറിയൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ബെർലിൻ വാൾ എന്ന് പറയുന്നത് ആക്ച്വലി ഒറ്റ വാളായിട്ടല്ല കേട്ടോ, 2 വാളായിട്ടാണ് കിടക്കുന്നത്. അതിൻ്റെ ഒരു പാർട്ട് കാണാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം തന്നെ പോകുന്നത്. ഈ ബെർലിനെ ഗ്രേ സിറ്റി എന്നാണ് കേട്ടോ വിളിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ ഈ പഴയ കെട്ടിടങ്ങളൊക്കെ പോയിട്ട് കുറേ പുതിയ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ വന്നു. അതുകൊണ്ടാണ് അത്ര അതിനെ ഗ്രേ സിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മളിതാ ഇവിടെ മെട്രോയിൽ ഇറങ്ങിയ ശേഷം അവിടെ നിന്നൊരു ട്രാം പിടിച്ചിട്ടാണ് കേട്ടോ ഈ ബെർലിൻ വാൾ മെമ്മോറിയലിലേക്ക് പോയത്. ഭയങ്കര സംഭവമാണ്, കാണാനൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇതാ ഇതുപോലെ ഒരു വേലി പോലെ അവിടെ ഉണ്ട്. അത് ഒരു വലിയ ചരിത്ര സംഭവം ആയതുകൊണ്ട് ആളുകൾ കാണാനും വരുന്നുണ്ട്. ഒരു ചെറിയ പാർക്ക് അതിൻ്റെ സൈഡിലും ഉണ്ട്. ഇതാണ് ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും ആയിട്ട് ഈ ബെർലിനെ 2ആയിട്ട് തിരിച്ചിരുന്ന വാളാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ നമ്മൾ നേരെ പോകാൻ പോകുന്നത് ബ്രാൻഡൻബർഗ് ഗേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്കാണ്. അതെന്താണെന്ന് ഇപ്പോൾ തന്നെ നിങ്ങളെ കാണിച്ചു തരാം. ഇതൊരു ഗേറ്റാണ് കേട്ടോ ആക്ച്വലി. അതായത് ബെർലിൻ തുടങ്ങി ബ്രാൻഡൻബർഗ് വരെയുള്ള റോഡുണ്ട്. അപ്പോൾ ആ റോഡിലേക്കുള്ള ഒരു ഗേറ്റാണ്, അത്രേ ഉള്ളൂ സംഭവം. അത് ബ്രാൻഡൻബർഗിലേക്കുള്ള റോഡിലെ ഗേറ്റ് ആയതുകൊണ്ട് അതിനെ ബ്രാൻഡൻബർഗ് ഗേറ്റ് എന്ന് വിളിക്കുന്നു.
നമ്മൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ കറങ്ങി. ഇനി അടുത്തതായിട്ട് ജർമ്മൻ കത്തീഡ്രൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ജർമ്മൻ കത്തീഡ്രൽ അല്ല, ബെർലിൻ കത്തീഡ്രൽ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഈ കത്തീഡ്രൽ ഇരിക്കുന്ന സ്ഥലത്ത് 4 പ്രധാനപ്പെട്ട സംഭവങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. ഇത് കൂടാതെ അവിടെ ഒരു കൺസർട്ട് ഹാളും ഫ്രഞ്ച് കത്തീഡ്രലും ഒക്കെ ഉണ്ട്. ഒരു സ്ക്വയർ പോലെയാണ് അതിരിക്കുന്നത്. ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് ജെൻഡർമെൻ മാർക്കറ്റ് എന്ന്. നമ്മളിപ്പോൾ ഉള്ളത് ബെർലിൻ കത്തീഡ്രലിൻ്റെ മുൻപിലാണുള്ളത്. നമ്മളിപ്പോൾ ഇതുവരെ കണ്ടില്ലേ, കുറച്ച് സംഭവങ്ങൾ കണ്ടില്ല. അതിൽ ഏറ്റവും ബെർലിൻ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സംഭവമാണ് ബെർലിൻ കത്തീഡ്രൽ. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടവറും കാണാൻ പറ്റും. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ആ ടവറിൽ പോവാം. പിന്നെ ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട്. ബെർലിനിലെ ക്രിസ്മസ് മാർക്കറ്റ് ഭയങ്കര ഫേമസ് ആണല്ലോ, അത് കാണാൻ പോകണം. അതിനു മുമ്പ് ഈ കത്തീഡ്രലിനകത്ത് കയറാൻ പറ്റുമോ നമുക്ക് നോക്കണം. അതാണ് ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി. ഇവിടെ 12 ഡിഗ്രി സെൽഷ്യസ് ആണ് വെയിൽ. നോക്ക്, ഞങ്ങൾ സ്റ്റോക്ക്ഹോമിൽ മിനിമം 1 മാസമായി വെയിലുണ്ട്. സോ ഹാപ്പി. ഇനി ഇവിടുന്ന് നോക്കിയാൽ തന്നെ ഇവിടെയൊക്കെ ഒരുപാട് ക്രിസ്മസ് മാർക്കറ്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ബെർലിൻ ചെന്നിട്ട് ഞങ്ങൾ നോക്കുന്ന സ്ഥലത്തെല്ലാം ക്രിസ്മസ് മാർക്കറ്റുകളായിരുന്നു. എല്ലാ കോർണറിലും നോക്കുമ്പോൾ ഓരോ ക്രിസ്മസ് മാർക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥലത്തും വലിയൊരു ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ബെർലിൻ ഈ കത്തീഡ്രലിനകത്ത് കയറണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ. നമുക്കിതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാം, ഒന്നകത്ത് കയറാം എന്നുള്ളതല്ലാതെ അതിനകത്തേക്ക് എൻട്രി വേണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. കൂടാതെ നമുക്ക് അകത്ത് കയറുകയാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും മുകളിൽ പോയിട്ട് ഒരു പനോരമ വ്യൂ കാണാനുള്ള ഒരു അവസരം കൂടെ ഉണ്ട്. പക്ഷേ ടിക്കറ്റ് എടുത്താൽ മാത്രമാണ് നമുക്ക് പറ്റുള്ളൂ. കാണുന്നത് ടിക്കറ്റ് എടുത്ത് കാണാനുള്ളതുണ്ടോ? എത്ര യൂറോയാ? 10 യൂറോ. അവ നമ്മുടെ ട്രാൻസ്പോർട്ടേഷനെ പറ്റി ഒന്ന് പറഞ്ഞേ. നമ്മൾ എന്താ പരിപാടി, നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ കാറ് ഒരു പാർക്ക് ആൻഡ് റൈഡ് അവിടെ ഇട്ടിട്ട് അവിടെ നിന്ന് ഒരു ഡേ പാസ് എടുക്കും. ഡേ പാസ് 10 യൂറോ ഒരു അഡൽട്ടിന്. ചിൽഡ്രൻ ഫ്രീ, അപ് ടു 15 ഇയേഴ്സ് ചിൽഡ്രൻ ഫ്രീ ആയതുകൊണ്ട് 2 അഡൽറ്റിനുള്ള ടിക്കറ്റ് എടുക്കും. അതിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയില്ലല്ലോ, അതുകൊണ്ട് ഇനി ചോദിച്ചാലും എഴുതിയിട്ട് നമ്മളൊരു ചൈൽഡിൻ്റെയും കൂടി ഇട്ടു 6.5. ആക്ച്വലി അത് ഫ്രീ ആയിരുന്നു അല്ലേ? ഫോർ ഫുൾ ഡേ. അതല്ലെങ്കിൽ 1 ട്രിപ്പ് മാത്രം എടുത്ത് കഴിഞ്ഞാൽ 4 യൂറോ. 2 പ്രാവശ്യം പോയി വരുമ്പോൾ തന്നെ 8 യൂറോ ആവുകയാണ്. ഫുൾ ഡേ. കാർ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമല്ലേ? പക്ഷെ എന്താ പ്രശ്നം? പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 15 മിനിറ്റിന് ഏകദേശം മണിക്കൂറിന് 1 യൂറോയോ 2 യൂറോ എങ്ങാണ്ടാണ്. അപ്പോൾ നമ്മൾ 4 സ്ഥലത്ത് പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുക്കുന്ന കാശ് തന്നെയാണ്. അതെ. അപ്പോൾ അതിനേത് നല്ലത് നമ്മൾ ഇതിപ്പോൾ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് നന്നായിട്ട് തോന്നുന്നു അല്ലേ? എല്ലാ ഈ മോണുമെന്റ്സിൻ്റെ അടുത്തും എല്ലാ സ്പെസിഫിക് മസ്റ്റ് സീയുടെ അടുത്തും എന്തായാലും അവർ സ്റ്റേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വന്നു പോകാൻ നല്ല സുഖമാണ്. ഒത്തിരി നടക്കാനൊന്നുമില്ല, സുഖമായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. കാരണം എങ്ങനെയുണ്ട് ഇതുവരെ? ഗുഡ്. നമ്മൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് നോക്കുന്നുണ്ടോ? യെസ്.